ബിടെക് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക, അല്ലെങ്കിൽ അതിന് ഏതൊക്കെ പരീക്ഷകളാണ് എഴുതേണ്ടത് എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാം, കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ PSC എക്സാം തന്നെ എഴുതണം. അപ്പൊ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ എക്സാംസ് ആണ്. അതിൽ ടെക്നിക്കലും നോൺ ടെക്നിക്കൽ എക്സാംസും വരുന്നുണ്ട്. അതിന് നിങ്ങൾ RRBയുടെ ഈ പറഞ്ഞ പോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാം. ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ SSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ SSCയിൽ വരുന്ന ഈ പറഞ്ഞ പോലെ ടെക്നിക്കലും നോൺ ടെക്നിക്കൽ എക്സാംസും വരുന്നുണ്ട്. ഇപ്പൊ SSCയുടെ JEE എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ISROയിൽ വരുന്ന എക്സാംസിന് നിങ്ങൾ ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് എക്സാംസ് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് ഗേറ്റ് എക്സാം എഴുതി നല്ലൊരു ഗേറ്റ് സ്കോർ നേടിക്കഴിഞ്ഞാൽ ഒരുപാട് പബ്ലിക് സെക്ടർ കമ്പനീസ് ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ജോബിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ഗേറ്റ് സ്കോർ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പല പബ്ലിക് സെക്ടർ കമ്പനീസിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്നിക്കൽ എക്സാംസിന്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ കംപ്ലീറ്റ് ചെയ്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെക്നിക്കൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ അതിൽ തരുന്നതായിരിക്കും. ഇപ്പോൾ ഓരോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കിട്ടും. സോ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.